ഹായ് ഹലോ നമസ്കാരം. വെനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരുപാട് ദിവസങ്ങളായി മുമ്പിലേക്ക് വന്നിട്ട് അല്ലേ. തിരക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ. എന്താ കാരണം എന്ന് വെച്ചാൽ ഈ ഒരു സിറ്റുവേഷനൊക്കെ കഴിഞ്ഞ് ഒന്ന് സമാധാനമായിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് ആൾക്കാർ കാര്യങ്ങൾ കൊണ്ടുപോകണമെന്നുള്ളത് ഇവിടെയുള്ളവർക്ക് മാത്രമേ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. ജോലി കാര്യങ്ങൾ തിരക്ക് ബഹളം അങ്ങനെയുള്ള രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് അടുപ്പിച്ച് കറക്റ്റായിട്ടുള്ള രീതിയിൽ ഇടാൻ പറ്റാത്തതും വീഡിയോ എഡിറ്റ് ചെയ്യാനും പറ്റാത്തത്. എന്താ കാരണം എന്ന് വെച്ചാൽ ബേസിക്കലി നമ്മൾ ആ ഒരു എന്താ പറയുക ഡെഡിക്കേറ്റഡ് ആയിട്ട് വീട്ടിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പല റെസിപ്പീസും നമുക്ക് കാണിക്കാൻ പറ്റും. നേരെ മറിച്ച് നമ്മളൊരു ജോലിയിലിരിക്കുന്ന സമയത്ത് നമുക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് നമുക്കത് ചെയ്യാൻ പറ്റാണ്ടിരിക്കുന്നത്. ഇന്നാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ കൊണ്ടുവരാൻ, ഒരു വ്ളോഗായിട്ടോ അല്ലെങ്കിൽ കുറേ സംഭവങ്ങളെല്ലാം കൂടിയിട്ട് എടുത്തിട്ടോ. ഇപ്പോഴും ഇതന്നെയാണ്. രാവിലെ മുതൽ ഡ്യൂട്ടി ഇതുണ്ടായിരുന്നു, ഓർഡേഴ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഡ്യൂട്ടിക്ക് പോകുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു സന്തോഷമായിട്ടുള്ള കാര്യം. ഒരുപാട് പേർക്ക് അറിയാം, ഈ സ്കൂൾ അടയ്ക്കണതിന് മുമ്പ് നിങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കിച്ചാപ്പൂന്റെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ്. ബർത്ത്ഡേ ഇപ്പോഴല്ല, ജൂലൈയിലാണ്. പക്ഷെ കുട്ടികൾ മുഴുവൻ സ്കൂളിൽ നിന്ന് പോകും എന്നുള്ളതുകൊണ്ടും എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് പോകുന്നുള്ളതുകൊണ്ട് നമ്മൾ നേരത്തെ കൂട്ടിയിട്ട് തന്നെയാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കിച്ചാപ്പൂന്റെ കാര്യം ടോട്ടലി ഡിഫറെന്റ് ആണ്. ആശാൻ ഒരു ഇത്തിരി വ്യത്യാസമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. മനുവിനെ പോലെ അല്ലാതെ. അപ്പോൾ വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സോട് കൂടി നടക്കുന്ന ആളാണ് മനു. പക്ഷെ ഇവനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഫ്രണ്ട്സാണ്. പക്ഷെ ആളൊരു ലെയർ ആയിട്ടാണ് ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് നടക്കുന്നത്. പഴയ സ്കൂളിൽ ഉണ്ടായ സമയത്ത് ഞങ്ങൾ വിചാരിച്ചു അത് കഴിഞ്ഞതോട് കൂടിയിട്ട് കഴിയുന്ന അല്ല, ഒരു 4-5 പേര് ഇപ്പോഴും ഒരുപാട് ക്ലോസ് ആയിട്ടുള്ള രീതിയിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ പുതിയ സ്കൂളിലുള്ള ആൾക്കാര് എങ്ങനെയെന്ന് ചോദിച്ചാൽ എല്ലാവരും കൂട്ടുകാരാണ്. അപ്പൊ ഞാൻ അവനോട് ചോദിക്കണ്ടോ, ഓരോരുത്തരായിട്ട് പിറന്നാൾ ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ട് വന്നുകൊണ്ടിരിക്കുക, കഴിയാറായല്ലോ. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു, ലൈക്ക് നമ്മൾ ചെയ്യണ്ടേ, നീ ഇങ്ങനെ ഓരോ സ്ഥലത്തേക്ക് പോണതുകൊണ്ട് നമ്മളും ചെയ്യണ്ടേ പറഞ്ഞപ്പോ എന്റെ അടുത്ത് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല അമ്മ, ഒരു 10-40 പേരുണ്ടാവും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് എന്തത്, എന്താണ് പറയുക, വല്ല കല്യാണ നിശ്ചയോ വല്ലതാണോ 40 പേര് വരുന്നു പറയാൻ? നീ ഒന്ന് ആലോചിച്ചിട്ട് നിനക്ക് എത്ര പേര് വേണം എന്നുള്ളത് നോക്കിയിട്ട് ഒന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഇങ്ങനെയും 40നെ പിടിച്ച് 30 ആക്കി, 30നെ പിടിച്ച് നമ്മൾ ഒരു 21ലേക്ക് എത്തിച്ചു. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവരെ എന്റർടൈൻ ചെയ്യണം. 21 പേര് പിള്ളേര് വീട്ടിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല. അപ്പോൾ ഇവർക്കൊരു ട്രെൻഡ് സെറ്റിംഗ് ഉണ്ട്. എവിടെയെങ്കിലും പോവുക, അവിടെ കളിക്കുക, അവിടെ കളിച്ചിട്ട് അതോട് കൂടിയിട്ട് ബർത്ത്ഡേയുടെ റൂമിലേക്ക് പോവുക, കേക്ക് കട്ട് ചെയ്യുക. ഇതാണ് ഒരു ട്രെൻഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ നമ്മളും അത് തന്നെയാണ് ഫോളോ ചെയ്തത്. സോ ഇപ്പോഴത്തെ ആ ഒരു ചൂടും ബഹളവും എല്ലാം കാരണം കൊണ്ട് നമ്മൾ ഒരു ബൗളിംഗ് സെന്റർ ആണ് സെലക്ട് ചെയ്തത്. സോ മുന്നാന്ന് പറയുന്നു, ഇത്രയും കാലം ഇവിടെ ഉണ്ടായിട്ട് ഇങ്ങനെയൊന്നും പിറന്നാൾ ആഘോഷിച്ചിട്ടില്ല മുന്നേ സംബന്ധിച്ചിടത്തോളം അവനൊന്നും അവന്റെ ഫ്രണ്ട്സിന്റെ കൂടെ പുറത്തേക്ക് പോകും, അതോടുകൂടി കഴിഞ്ഞു. അപ്പോ ഇയാൾ അങ്ങനെയല്ല, കുറച്ചും കൂടി ഇങ്ങനെ പരന്ന് പന്തലിച്ച് കിടക്കുന്ന കുറച്ച് കൂട്ടുകാരാണ് കൂടുതൽ. അപ്പൊ യെസ്, അവന്റെ സന്തോഷം അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. അങ്ങനെ അവന്റെ പിറന്നാൾ ആഘോഷിച്ചതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ വരൂ നമുക്ക് കാണാം. കാര്യമായിട്ട് അവിടെ സ്ക്രാച്ചിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഈ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് എല്ലാവരും ആ ഒരു രീതിയിലാണ്, ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്. സോ ഞാൻ ഡ്യൂട്ടിക്ക് ഇറങ്ങട്ടെ, അതിനു മുമ്പ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു ഇൻട്രോ എടുത്തിട്ട് പോവാന്ന് വിചാരിച്ചതാണ്. ഓക്കെ, അപ്പൊ വീണ്ടും നമുക്ക് കാണാം. ഒന്ന് കണ്ടുവരൂ, വീഡിയോ എല്ലാം ഒന്ന് കണ്ടുവരൂ. ഓക്കെ, ഒന്ന് കാണാം. അങ്ങനെ നമ്മൾ ഇബൻ ബത്തൂത്ത മോളിലുള്ള സ്വിച്ച് എന്ന് പറയുന്ന ബൗളിംഗ് സെൻറ്ററിലാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ഇതുപോലുള്ള ആക്ടിവിറ്റീസ് ദുബായിൽ ചെയ്യാറുണ്ട്. ബൗളിംഗ് മാത്രമല്ല, ഒരുപാട് സംഭവങ്ങളുണ്ട്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ ബൗളിംഗ് ചൂസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒക്കെ ടീൻ പ്രായമായിട്ടിരിക്കുന്ന കുട്ടികളാണ്. അവർക്ക് കുറച്ചും കൂടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടം. സോ നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ആയിരിക്കും അവരവിടെ എഴുതി വെച്ചിട്ടുണ്ടാവുക. ഈ ഏരിയ ആണ് അവർ നമുക്ക് തരാം.
ഇത് നമ്മൾക്ക് അവർ പാർട്ടീഷൻ ചെയ്തിട്ടാണ് തരിക. വലിയൊരു ഏരിയയാണ്. അവിടെ ഭക്ഷണം കഴിക്കാനും സ്ഥലമുണ്ട്, അല്ലാതെ ആൾക്കാർ വന്ന് കഴിക്കാനും സ്ഥലമുണ്ട്, കളിക്കാനും സ്ഥലമുണ്ട്. നമുക്ക് അലോക്കേറ്റ് ചെയ്യുന്നത് നമുക്കൊരു 4 സ്ഥലമാണ് അവർ അലോക്കേറ്റ് ചെയ്ത് നമുക്ക് തരിക. സോ ദാറ്റ് നമ്മളുടെ ആൾക്കാർ എത്രയാണോ അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ അവർ അലോക്കേറ്റ് ചെയ്ത് തരും. അത് കഴിഞ്ഞ് അതിൻ്റെ അറ്റത്തായിട്ട് ഒരു ബർത്ത്ഡേ സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഹാള് പോലെയുണ്ട്. അപ്പോൾ കിച്ചാപ്പു ഇരുന്ന് എഴുതുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ എത്ര സ്ഥലത്താണോ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്, എത്ര ഗസ്റ്റ് ഉണ്ടോ അതിൽ അവർ നമ്മളുടെ അടുത്ത് പറയും ഇത്ര പേരുടെ പേര് എഴുതി കൊടുക്കാൻ. സോ ദാറ്റ് അത് ആ കംപ്ലീറ്റ് ആയിട്ടുള്ള രീതിയിൽ അവിടെ ഡിസ്പ്ലേ വരും. എന്നിട്ട് ഇവർക്ക് കളിക്കാൻ പറ്റും. അങ്ങനെ കിച്ചാപ്പു അതൊക്കെ എഴുതി കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങി. ഇതിൻ്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള സ്ഥലം ആയതുകൊണ്ട് തന്നെ ഓരോരുത്തരായിട്ട് ഈ വഴിയാണ് വരുന്നത്. ഇത് അവൻ്റെ പഴയ ഫ്രണ്ട്സാണ്, അതായത് പഴയ റാഫിൾസിലുള്ള പഴയ കുട്ടികളാണ്. അവരുടെ പാരൻസായിട്ട് ഞാൻ ഇപ്പോഴും ഭയങ്കര ക്ലോസ് ആണ്. സോ അവരെയൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പഴയ ആൾക്കാർ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. സോ അതുകൊണ്ട് അവരുടെ അമ്മമാർ എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും മാത്രമാണ് എൻ്റെ ക്ലോസ് ആയിരിക്കുന്നവർ. അതുകൊണ്ട് അവർ രണ്ടുപേരും മാത്രമാണ് പാരൻസ് എന്നുള്ള നിലയിൽ ത്രൂ ഔട്ട് എൻ്റെ കൂടെ ബർത്ത്ഡേക്ക് ഉണ്ടായിരുന്നത്. അതല്ലാതെ ബാക്കിയുള്ളവരെല്ലാം വിട്ടിട്ട് പോവുകയാണ് ചെയ്തത്. സോ യെസ്, പഴയ നമ്മൾ എപ്പോഴും ഒരുപാട് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിലും ഞങ്ങൾ ത്രൂ ഔട്ട് എപ്പോഴും നല്ല കോൺടാക്റ്റുള്ള പാരൻസാണ്. മോർ ദാൻ പാരൻസ് നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെന്ന് വേണമെങ്കിൽ പറയാം. സോ വന്നു കഴിഞ്ഞതിന് ശേഷം എല്ലാ വിശേഷങ്ങളും, അപ്പോൾ എന്താണ് പറയുക, എല്ലാ കാര്യങ്ങളും ഒരു നോട്ടത്തിൽ മനസ്സിലാവുമെന്ന് പറയില്ലേ, അങ്ങനെ ഓരോ പാരൻസ് ആയിട്ടുള്ള രീതിയിൽ വിട്ടിട്ട് അവർ നമ്മളുടെ അടുത്ത് കുട്ടികളെ ഏൽപ്പിച്ചിട്ട് പോവുകയാണ്. ഇനി നമുക്ക് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് 70 മിനിറ്റാണ്. ആ 70 മിനിറ്റ് അവർ 4 സ്ഥലമായിട്ടാണ് നമുക്ക് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. 21 കുട്ടികൾ. അപ്പോൾ ആ 21 കുട്ടികൾക്ക് എത്ര പേര് കളിക്കാൻ പറ്റും എന്നുള്ളത് അവൻ എഴുതി കൊടുത്തതുകൊണ്ട് ആ കുട്ടികളുടെ പേരൊക്കെ നമ്മൾക്ക് ഇതിൽ വരും, എന്താ പറയുക, ടി വിയിൽ വരും. ടി വിയിൽ വരുന്ന കുട്ടികളുടെ പേര് ആ സ്ഥലത്ത് പോയി നിൽക്കുക, എന്നിട്ട് ഇവർ കളിക്കാൻ തുടങ്ങുകയാണ്. ആൻഡ് ഇറ്റ് ഈസ് ഗുഡ്. ബൗളിംഗ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്. ആൻഡ് പിള്ളേർ അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അലമ്പ് ബഹളം ഒന്നും തന്നെ ഇല്ല. അവർക്ക് അലോക്കേറ്റ് ചെയ്ത സ്ഥലത്ത് അവർ കളിക്കുന്നത് കൊണ്ട് തന്നെ വളരെ നന്നായിരുന്നു. ഇതുപോലെ ബൗളിങ്ങിനല്ല, പല രീതിയിലുള്ള കളികൾ നമുക്ക് പല ഏരിയാസിൽ നടക്കുന്നുണ്ട് ഇതുപോലെയുള്ളത്. ഇപ്പോൾ ആൾക്കാർ മുഴുവൻ പ്രിഫർ ചെയ്യുന്നത് ഇങ്ങനെയാണ്. വരിക, ഒരു 10-70 മിനിറ്റ് പിള്ളേർ കളിക്കുക, എന്നിട്ട് അതിൻ്റെ അടുത്തുള്ള ആ ബർത്ത്ഡേ സ്ഥലത്ത് പോയിട്ട് ആഘോഷിക്കുക എന്നുള്ളത്. സോ യെസ്, നമ്മൾ ഫുൾ ടൈം, അതായത് പിള്ളേരെ ഒറ്റയ്ക്ക് വിടുന്നില്ല, എന്നാലും ഫുൾ ടൈം അവരുടെ സൈഡായിട്ടുള്ള രീതിയിൽ നമ്മൾ ഗൈഡ് ചെയ്തിട്ടും അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കിയിട്ടൊക്കെ നമ്മൾ നിൽക്കുന്നുണ്ടായിരുന്നത്. എന്താ കാര്യം എന്ന് വെച്ചാൽ അറിയാതെ അവർ മറ്റെവിടേക്ക് പോകരുത്. ഓക്കെ, നമുക്ക് അലോക്കേറ്റ് ചെയ്ത സ്ഥലത്തേക്ക് മാത്രമേ അവർക്ക് നിൽക്കാൻ പാടുള്ളൂ. അപ്പോൾ ഈ സമയം കൊണ്ട് ബോറടിച്ച് നിൽക്കുന്ന കണ്ണേട്ടൻ എവിടെ എന്ന് ആലോചിച്ച് നോക്കുമ്പോഴാണ് കണ്ണേട്ടൻ അവിടെ സ്നൂക്കർ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. ഇതിൽ എന്തൊക്കെ ഉള്ളിൽ പോണം? അല്ല, എന്തൊക്കെ ഉള്ളിലിടണം? ഇതെല്ലാം പോണം, അല്ലെങ്കിൽ പക്ഷേ ഇത് രണ്ടുപേരെ കളിക്കാൻ പറ്റും. ഒരാൾക്ക് സ്ട്രൈപ്പ്, ഒരാൾക്ക് സോളിഡ്. ശരി, ഞാനൊരു മിനിറ്റ്. ഇപ്പൊ ഞാൻ ആ കറുത്തത് ഉള്ളിലിടണം. തോറ്റോ? പാമ്പിനെ തല്ലാൻ നിൽക്കുകയല്ല, വടി കിട്ടി അപ്പൊ പാമ്പിനെ തല്ലാണ്. അതാ ഈ വൈറ്റില്ലേ എന്റെ സ്ട്രൈപ്പാണ്, നിന്റെ സോളിഡ് ആണ്. യു ആർ സപ്പോസ് ടു ഡു യൂസിങ് വൈറ്റ്. യു ഹാവ് ടു ഫിനിഷ് ദിസ് വൺ. ദിസ് ഇസ് മൈൻ. You have solid, either this one or that one. Okay.
താങ്ക് യു. അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വരുന്നേ ഉള്ളൂ, അതുകൊണ്ട് വൻ പരാജയമായിരുന്നു. പിന്നെ നമ്മളിരുന്ന് സംസാരിച്ച് 70 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അവർ നമ്മളെ വിളിച്ചു. ആൻഡ് അവന് ഇഷ്ടമുള്ള PS5 രീതിയിൽ തന്നെയാണ് കേക്കിൻ്റെ മോഡൽ ഉണ്ടായിരുന്നത്. ആൻഡ് നമ്മൾ ബർത്ത്ഡേക്കുള്ള പ്രിപ്പറേഷൻസ് ആയിരുന്നു. ഞാൻ കേക്കിൻ്റെ മോഡൽ ഇവിടെ കൊടുക്കാം. ഇത് നമ്മൾ സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്തതാണ്, കസ്റ്റമൈസ് ചെയ്ത കേക്കാണ്. ആൻഡ് എൻ്റെ ടീമാണ് അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ പിള്ളേരെയൊക്കെ നിർത്തി. ആൻഡ് നമ്മളിപ്പോൾ പഴയ പോലെയൊന്നുമല്ല, വെറുതെ കൂടെ പോയി നിന്നിട്ട് അവൻ്റെ കൂടെ കട്ട് ചെയ്യലൊന്നുമല്ല ചടങ്ങ്. പിള്ളേരൊക്കെ കൂടി ഒരുമിച്ച് നിന്നിട്ട് കട്ട് ചെയ്യലാണ്. നമ്മൾ ജസ്റ്റ് പോയിട്ട് ഒന്ന് ജസ്റ്റ് കൊടുക്കുക എന്ന് മാത്രം. കുട്ടികളുടെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മൾ മാറുക എന്നുള്ളതാണല്ലോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ അച്ഛനും അമ്മയും കൈപ്പിടിച്ച് കട്ടിയിക്കണ സമയമൊക്കെ കഴിഞ്ഞു. സോ അവൻ്റേതായിട്ടുള്ള പ്രയോറിറ്റി. അപ്പോൾ നമ്മൾ പോയി ജസ്റ്റ് ഒന്ന് കൊടുത്തു എന്ന് മാത്രം, ഞാനും കണ്ണേട്ടനും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഈ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട്. അതിൽ കുട്ടികളുടെ അമ്മമാരെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്മമാരെ ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിൽ നമ്മൾ ഓപ്ഷൻ കൊടുക്കും. ഇവർ നമുക്ക് ഓപ്ഷൻ തരും എന്തൊക്കെ കഴിക്കാൻ ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളത്. ആ ഓപ്ഷൻസിനനുസരിച്ചിട്ടുള്ള രീതിയിൽ അമ്മമാർ ചൂസ് ചെയ്തിട്ടുള്ള ഫുഡാണ് നമ്മൾ ഓരോ കുട്ടികളുടെ പേരിലും നമ്മൾ ബുക്ക് ചെയ്തിടുക. ആൻഡ് ആ ബുക്കിംഗ് ചെയ്തിട്ടുള്ള രീതിയിൽ അവർ കൊണ്ടുവന്ന് സെർവ് ചെയ്യലാണ് പതിവ്. ഓരോരുത്തരും ഓരോന്ന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിസ്സ ഉണ്ടായിരുന്നു, പാസ്ത ഉണ്ടായിരുന്നു, സ്പെഗറ്റി ഉണ്ടായിരുന്നു, ബർഗേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഈ വീഡിയോഗ്രാഫർ നമ്മൾ ഏർപ്പാടാക്കിയ ആർഭാടങ്ങളൊന്നുമല്ല, ഇത് അവർ തന്നെ നമ്മളോട് പെർമിഷൻ ചോദിച്ചതാണ്. നിങ്ങളുടെ ബർത്ത്ഡേ പാർട്ടി ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇട്ടോട്ടെ എന്നുള്ളത് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ. അങ്ങനെ അവർ ചോദിച്ച സ്ഥിതിക്ക്, അവർ വീഡിയോസ് എടുക്കും എന്നുള്ള സ്ഥിതിക്ക് ഓരോ പാരൻസിൻ്റെ അടുത്തും നമ്മൾ കൺസെൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ മക്കളെ എടുക്കുന്നതുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് ചോദിച്ചിട്ട് നമ്മൾ ഓൾറെഡി ഫോം ഫില്ലപ്പ് ചെയ്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആർക്കും ഒരു വിരോധം ഉണ്ടായിരുന്നില്ല. സോ എല്ലാവരും ഗ്രൂപ്പായിട്ട് അവരവരുടെ അലോക്കേറ്റ് ചെയ്ത പേരിൽ എന്താണോ അവരുടെ അമ്മമാർ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ അവർ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഇത് കഴിഞ്ഞ് ഇത് ഒരു വീഡിയോ പ്രൊമോഷനോ ഇല്ലെങ്കിൽ ഒരു സ്ഥലം പ്രൊമോഷനോ ഒന്നുമല്ല. ഇത് ജസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തേക്ക് നമ്മൾ ചെയ്തു എന്ന് മാത്രം. പോയ പ്രാവശ്യം പോയ സ്ഥലങ്ങളായിരുന്നു. അങ്ങനെ 1:45 to 4 o'clock ആയിരുന്നു നമുക്ക് അലോക്കേറ്റ് ചെയ്തിട്ടുള്ള ടൈം. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ 5 മണിയോട് കൂടിയിട്ട് വീട്ടിലേക്ക് വന്നു. 5 മണിക്ക് വീട്ടിലേക്ക് വന്നതിന് ശേഷം പിന്നെ അവൻ ഗിഫ്റ്റ് തുറക്കൽ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് അന്ന് ജോലിക്ക് പോയത്. ബിക്കോസ് അവൻ ഗിഫ്റ്റ് തുറന്ന് കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെയാണല്ലോ കുട്ടികളുടെ സന്തോഷം. സോ ഇതായിരുന്നു കിച്ചാപ്പൂവിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വളരെ ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ വീണ്ടും നമുക്ക് കാണാം. ബൈ ബൈ.